നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഇലക്ഷൻ ഹെറാൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച ഇലക്ഷൻ ഹെറാൾഡ് ആഴത്തിൽ വിശകലനം ചെയ്യുന്നത് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട്ടെ അസംബ്ലി മണ്ഡലങ്ങളാണ്. വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പ് ചൂടും കടുക്കുകയാണ്. പാലക്കാട്ടെ രാഷ്ട്രീയക്കാറ്റ് എങ്ങനെ വീശും എന്നറിയാൻ ഉറ്റുനോക്കുകയാണ് കേരളം. കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജില്ല കൂടിയാണ് പാലക്കാട്. പാലക്കാട്ടെ 12 മണ്ഡലങ്ങളിൽ 10ഉം LDF പക്ഷത്താണ്. ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം സമഗ്രമായി പരിശോധിക്കാൻ അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട്ട് നിന്ന് ന്യൂസ് എഡിറ്റർ പ്രസാദ് ഉടുമ്പശ്ശേരിയും റിസർച്ച് ഡെസ്കിൽ നിന്ന് അസോസിയേറ്റ് എഡിറ്റർ പി പ്രശാന്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇരുവർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. പാലക്കാട്ടെ മണ്ഡലങ്ങൾ വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. ആദ്യം പോകുന്നത് ഒറ്റപ്പാലത്തേക്കാണ്. ഒറ്റപ്പാലം മണ്ഡലം 1957 തൊട്ടുള്ള ചരിത്രത്തിൽ 2 തെരഞ്ഞെടുപ്പിലൊഴികെ ഒറ്റപ്പാലം എല്ലാ കാലവും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. കെ പ്രേംകുമാറാണ് നിലവിലെ MLA. കഴിഞ്ഞ കുറി കോൺഗ്രസിനായി മത്സരിച്ച പി സരീൻ പിന്നീട് CPIM-ലേക്ക് കൂടുമാറി. CPIM പുറത്താക്കിയ PK ശശിയും സംഘവും നടത്തുന്ന വിമത നീക്കം കോൺഗ്രസ് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതിലാണ് ഉദ്വേഗം തുടരുന്നത്. നമുക്ക് ഈ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം വിശദമായി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ കെ പ്രേംകുമാർ CPIM-ന്റെ സ്ഥാനാർത്ഥി 74,859 വോട്ടുകളാണ് അവിടെ അദ്ദേഹം നേടിയത്. പി സരിനാണ് കോൺഗ്രസിനായി മത്സരിച്ചത്. 59,709 വോട്ടുകൾ പി സരിൻ നേടുകയുണ്ടായി. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് പി വേണുഗോപാലാണ്. അദ്ദേഹം അവിടെ 25,056 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 15,152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കെ പ്രേംകുമാർ വിജയിച്ചു കയറിയ മണ്ഡലമാണ് ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം. നോക്കുക, 15,152 വോട്ടുകൾ. അതേസമയം ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ VK ശ്രീകണ്ഠനായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 57,063 വോട്ടുകളാണ് അവിടെ നേടാൻ പറ്റിയത്. 36.50%. A വിജയരാഘവനാണ് മറ്റൊന്ന് മത്സരിച്ചിരിക്കുന്നത്. 54,855 വോട്ടുകളാണ് അദ്ദേഹം സമാഹരിച്ചത്. C കൃഷ്ണകുമാറാണ് മറ്റൊന്ന് BJPക്കായി മത്സരിച്ചിരിക്കുന്നത്. അദ്ദേഹം 42,091 വോട്ടുകളാണ് അവിടെ നേടിയിരിക്കുന്നത്. നേരെ ഒരു എഡ്ജ് VK ശ്രീകണ്ഠൻ എടുത്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ നിന്നും. എന്തായാലും അതാണ് ലോക്സഭാ ചിത്രം. മറ്റിനി നമ്മൾ നേരെ പോകുന്നത് തദ്ദേശ ചിത്രത്തിലേക്കാണ്. തദ്ദേശ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി പരിശോധിക്കാൻ LDF-നൊപ്പം തന്നെയാണ് ഒറ്റപ്പാലം തദ്ദേശ തെരഞ്ഞെടുപ്പ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പമാണ്. അടുത്തയിലേക്ക് പോയാൽ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചായത്തുകളിൽ LDF-നൊപ്പം 5ഉം UDF-നൊപ്പം 2ഉം നിൽക്കുന്നു. മുനിസിപ്പാലിറ്റീൻ്റെ കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിരുന്നില്ല. UDF-ന് 7ഉം LDF 19ഉം NDA 12ഉം മറ്റുള്ളവ 1ഉമാണ്. അതിനുശേഷമാണ് നമുക്ക് പഞ്ചായത്തുകൾ പരിശോധിക്കുന്നത്. പഞ്ചായത്ത് LDF-നൊപ്പം 5ഉം UDF-നൊപ്പം ഇത്രയും. പിന്നെ മറ്റൊന്ന് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ LDF-നൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകൾ അമ്പലപ്പാറ, പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം, ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ UDF-നൊപ്പം നിൽക്കുന്നു. തച്ചനാട്ടുകര UDF-നൊപ്പം നിൽക്കുന്നു. ലക്കിടി, പേരൂർ എന്നിവ LDF-നൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇതാണ് തദ്ദേശത്തിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എന്നുള്ളത്. ഇനി നമ്മൾക്ക് ഈ മണ്ഡലം ഒന്ന് വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് മുറ്റത്തെത്താനായി. ഈ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സംഭവ വികാസങ്ങൾ ഇനി ഉണ്ടായേക്കാവുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. PK ശശി ഉൾപ്പെടുന്ന ഒരു പുതിയ വിമത കൂട്ടായ്മയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. അതുമാത്രമല്ല CPM-ന് ഓൾറെഡി തന്നെ അവിടെ മറ്റൊരു വിമത കൂട്ടായ്മയുണ്ട്. നമ്മൾ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ് പോകുന്നത്. പ്രസാദ്, സംഭവ ബഹുലമാണ് ഒറ്റപ്പാലം മിക്കവാറും ഈ വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒറ്റപ്പാലത്തൊരു വിമതരുടെ അതിപ്രസരം തന്നെ ഈ കാലയളവിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ ഒറ്റപ്പാലത്ത് ഈ വിമതർ നിലവിൽ PK ശശിയാണ്. UDF ചിലപ്പോൾ UDF-നായി സ്വതന്ത്രനായി മത്സരിച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അല്ലാതെ തന്നെ സ്വതന്ത്രനായി മത്സരിച്ചേക്കാം. UDF അദ്ദേഹത്തെ കൈവെള്ളയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ പിന്തുണച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒറ്റപ്പാലത്ത് പക്ഷേ അവിടെ ഉള്ള CPM വിമതർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നവർ, അവർ പറയുന്നത് ഞങ്ങൾ PK ശശിയെ പിന്തുണയ്ക്കാനില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ UDF-മായി കൈകോർക്കുന്നത് അവർക്ക് വിയോജിപ്പുണ്ട്. അതിനാണ് അവരുടെ ഈ വിട്ടുനിൽക്കൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സാഹചര്യത്തിൽ ആർക്കാവും ഈ മണ്ഡലത്തിൽ ഒരു ലാഭനഷ്ടം ഉണ്ടാവുക? ഈ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എന്തായിത്തീരും?
ഷാമിലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി ഒറ്റപ്പാലം മാറും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം പി കെ ശശി ഇത്രയും കാലം CPM-ൻ്റെ ഭാഗമായി നിന്നിരുന്ന പി കെ ശശി UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി പി കെ ശശി മത്സരിക്കുകയും UDF പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുതന്നെയായിരിക്കും ആ മത്സരത്തെ വേറിട്ടാക്കുന്നത്. ഒറ്റപ്പാലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തുടർച്ചയായി കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായി LDF-ന് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളുണ്ട്. നഗരസഭയാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പി കെ ശശിയുടെ വരവ് ഫലത്തിൽ അത് UDF-ന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഈ പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രാദേശികമായി വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടെ നേരത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന ഹരിഗോവിന്ദൻ, അദ്ദേഹം KPS അവരുടെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവാണ്. നേരത്തെ സരിൻ മത്സരിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ ഹരിഗോവിന്ദനെ ഏറെക്കുറെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന അങ്ങനത്തെ ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹരിഗോവിന്ദന് ഏറെക്കുറെ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ കരുതി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് സരിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. പിന്നീട് സരിൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ എന്തായാലും ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. അതിനിടയിലാണ് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം രാഷ്ട്രീയത്തിലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അത് അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ ഹരിഗോവിന്ദൻ ഏറെക്കുറെ അവിടുന്ന് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് വലിയ അമർഷമുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ പ്രാദേശികമായി വലിയ അമർഷമുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടാണ് പി കെ ശശിയെ UDF-ൻ്റെ ഭാഗമാക്കുന്നത്. അവർ കരുതുന്നത് പി കെ ശശി വരുന്നതോടുകൂടി വലിയ നേട്ടം ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കരിമ്പ, തച്ചനാട്ടുകര തുടങ്ങിയ പഞ്ചായത്തുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്രയേറെ നേട്ടമൊന്നും പി കെ ശശിയുടെ വരവ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് CPM-ൽ നിന്നും വോട്ട് ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ സമാഹരിക്കുക എന്നുള്ളതാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഒരാൾ, ഇത്രയും കാലം ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായും വലിയൊരു തരംഗം UDF-ന് അനുകൂലമായൊരു തരംഗം ഉണ്ടാകുകയാണെങ്കിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് ഒറ്റപ്പാലത്ത് ആ രീതിയിൽ പ്രതീക്ഷിക്കാം. മറിച്ച് അവിടെ ഒരു കോൺഗ്രസ്സുകാരനായ ഒരാൾ മത്സരിക്കുന്നത് തന്നെയായിരിക്കാം രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷമായി നിൽക്കുന്ന സർക്കാരിനെതിരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുക അവിടെ കോൺഗ്രസ് ആയി നിൽക്കുന്നതിന് ഇത്രയും കാലം ഉണ്ടായിരുന്ന അവർ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പി കെ ശശി വന്നാൽ അത് എത്രത്തോളം നേട്ടമുണ്ടാകും എന്നറിയുന്നത് സ്വാഭാവികമായ ഒരു ആകാംക്ഷയാണ്. പക്ഷേ പ്രാദേശികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര വലിയ ചലനമൊന്നും ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രശാന്തിലേക്കാണ്. പ്രസാദ് പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്, പ്രശാന്തിന് എങ്ങനെയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ CPM-ന് എന്തായിരിക്കും ഇവിടെയുള്ള ഈ സിനാരിയോയിൽ CPM എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കുക, അവർക്കുണ്ടാവുന്ന ലാഭനഷ്ടം എന്താവും, ഈ മണ്ഡലം നിലനിർത്താൻ CPM-ന് എത്രത്തോളം കഴിയുമെന്നാണ് കരുതുന്നത്? ഇതിൽ CPM-ന് പ്രത്യേകിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു മാനദണ്ഡമല്ലെങ്കിലും വളരെ കാര്യമായിട്ടുള്ള ഒരു ലീഡാണ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. 95 തദ്ദേശ സ്ഥാപനങ്ങൾ LDF-ൻ്റെ ഒപ്പം നിന്നു എന്നാണ് കണക്ക്. അതോടൊപ്പം തന്നെ 44 തദ്ദേശ സ്ഥാപനങ്ങൾ UDF-നൊപ്പം 22 NDA-ക്കൊപ്പം നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് പി കെ ശശി എന്നുള്ള പേര് ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അത് UDF-ന് കുറച്ചും കൂടി സാധ്യതകൾ മങ്ങലേൽപ്പിക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചരിത്രം പരിശോധിച്ച് തന്നാൽ തന്നെ ഒരു 15 തവണയിൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് UDF ഒറ്റപ്പാലത്ത് ജയിച്ചിട്ടുള്ളൂ. പിന്നെ പി കെ ശശിക്കെതിരെ ഒരു പ്രാദേശിക കൂട്ടായ്മ ആൾക്കെതിരെ കാര്യമായിട്ടുള്ളൊരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട് ലോക്കൽ തലത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM-ന് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഒറ്റപ്പാലം കൊടുക്കുക എന്നുള്ളതാണ് വിലയിരുത്തൽ. ശരി, അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലം, ആ ഒറ്റപ്പാലം മണ്ഡലം CPM-ന് നിലനിർത്താൻ ആയേക്കും. അങ്ങനെ തന്നെയാണ് അവിടുത്തെ ഒരു തദ്ദേശീയമായ സാഹചര്യം എന്നാണ് നമ്മുടെ കൂടെയുള്ള 2 അതിഥികളും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. ഇനി നമ്മൾ നേരെ പാലക്കാട് മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ഇടതിനും വലതിനും വലിയ അവസരങ്ങൾ നൽകിയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. 1.5 പതിറ്റാണ്ടായ UDF-ൻ്റെ കയ്യിലാണ് മണ്ഡലം. നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനൊരു ജയം കൂടിയേ തീരൂ. ഒരുപക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി താരതിളക്കവും ഉണ്ടായേക്കാം. BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണെന്നതും പാലക്കാടിനെ ശ്രദ്ധാകേന്ദ്രമാക്കും. നമ്മൾക്ക് ഇവിടുത്തെ തൽസ്ഥിതി പരിശോധിക്കുമ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിൽ
പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കോൺഗ്രസിനായി മത്സരിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ 58,389 വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ആ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് BJP ആണ്. ആ BJPക്കായി മത്സരിച്ചിരിക്കുന്നത് സി കൃഷ്ണകുമാറാണ്. സി കൃഷ്ണകുമാറിന് 39,549 വോട്ടുകളാണ് നേടുവാൻ കഴിഞ്ഞിരിക്കുന്നത്. മൂന്നാമതായി പാലക്കാട് പി സരീൻ 37,293 വോട്ടുകളാണ് അവിടെ നേടുവാൻ കഴിഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് 18,840 വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിച്ചു കയറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇതാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. മറ്റൊന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ അന്ന് നമുക്കറിയാം ഷാഫി പറമ്പിലായിരുന്നു മത്സരിച്ചിരുന്നത്. ഷാഫി പറമ്പിൽ 54,079 വോട്ട്, 38.06% വോട്ടുകൾ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. ഇ ശ്രീധരനായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പോഴും BJP തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. BJP ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. 50,220 വോട്ടുകൾ നേടുവാൻ ഇ ശ്രീധരന് സാധിച്ചിട്ടുണ്ട്. CPM-നായി മത്സരിച്ചിരിക്കുന്നത് LDF-നായി മത്സരിച്ചിരിക്കുന്നത് CP പ്രമോദായിരുന്നു. CPIM സ്ഥാനാർത്ഥിയെ 36,433 വോട്ടുകളാണ് അവിടെ നേടുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോക്സഭ കൂടെ പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണിത്. VK ശ്രീകണ്ഠനാണ് മത്സരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 52,779 വോട്ടുകളാണ് VK ശ്രീകണ്ഠൻ നേടിയിരിക്കുന്നത്. സി കൃഷ്ണകുമാർ ആയിരുന്നു മത്സരിച്ചിരുന്നത്. 43,072 വോട്ടുകൾ ഇവിടെ നിന്നും നേടിയിട്ടുണ്ട്. A വിജയരാഘവൻ CPIM സ്വാഭാവികമായും മൂന്നാം സ്ഥാനത്ത് പോയിരിക്കുന്നു. 34,640 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയിരിക്കുന്നത്. ഇനി ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി NDAക്കൊപ്പമാണ് നിൽക്കുന്നത്. UDF-ന് 17, LDF 8, NDAക്ക് 25, അതേഴ്സ് 3, മറ്റുള്ളവർക്ക് 3. 2020 സമാന ചിത്രം തന്നെയായിരുന്നു. NDA തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ UDF-നൊപ്പം പിരായിരി, മാത്തൂർ പ്രധാനമായ പഞ്ചായത്തുകൾ തന്നെയാണ്. LDF-ന് കണ്ണാടി ഒപ്പം നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇനി ഈ മണ്ഡലത്തിൻ്റെ ചിത്രം ഈ വർഷം എന്താകും എന്ന് പരിശോധിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കോഴിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് ആദ്യം പോവുകയാണ്. പ്രസാദ്, ഏറ്റവും നാടകീയമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഉള്ള ഒരു മണ്ഡലമാണ് നിലവിൽ പാലക്കാട് എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് ഇത്തവണ കാഴ്ചവെക്കാനുണ്ടാവുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി വന്നു ചേർന്ന ഒരുപാട് ആരോപണങ്ങൾ, അതിനൊരു പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പാർട്ടി പലവട്ടം പറയുന്നുണ്ടെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കേണ്ട ഒരു ബാധ്യത അവർക്കവിടെയുണ്ട്. അപ്പോൾ എന്താണ് ഈ മണ്ഡലത്തിൽ പ്രാദേശികമായി നോക്കുമ്പോഴുള്ള ഒരു അവസ്ഥ? ഈ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ അപജയം എന്നല്ലാതെ ഈ മണ്ഡലത്തിൽ പാർട്ടിക്ക് അങ്ങനെ ഒരു അവമതിപ്പ് സംഭവിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്കിടയിൽ എന്താണ് ആ കാര്യത്തിൽ ഒരു പൊതുവികാരം? മറ്റൊന്ന്, കോൺഗ്രസ് അങ്ങോട്ടേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രമേശ് പിഷാരടിയാണ് എന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഷാഫി നോമിനിയായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ഈ സ്റ്റാർ വാല്യൂ കൊണ്ട് ആ മണ്ഡലത്തിൽ കോൺഗ്രസിനുണ്ടായ പരിക്കുകൾ മറികടക്കാൻ കഴിയുമോ? ശബല, ഇതൊരു ഏറ്റവും വെല്ലുവിളി ഉള്ള ഒരു മണ്ഡലമായിരിക്കും പാലക്കാട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഞാൻ നേരത്തെ നമ്മൾ കണക്കുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചത്. പാലക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 18,000 ചില്ലറ വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പോലും ആയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-നുള്ള ലീഡ് എന്ന് പറയുന്നത് 5,939 വോട്ടിൻ്റെ ലീഡായി കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഒരു വർഷം കൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ UDF-ന് വലിയ തരംഗങ്ങളുണ്ടായ ഒരു സമയമാണ്. അതിന് തന്നെയാണ് UDF-ൻ്റെ അത്രയും വലിയ ആത്മവിശ്വാസം. പല ഇടതുപക്ഷത്തിൻ്റെ വർഷങ്ങളായി നിന്നിരുന്ന പല പഞ്ചായത്തുകളിലും അവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം UDF ഇത്രയും വിജയമുണ്ടായി, ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും വിജയമുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വർഷത്തിനകം നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നമുക്കൊരു രാഷ്ട്രീയ വോട്ടായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ട് വർധനവ് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അത് 5,939 വോട്ട് മാത്രമാണ് ഈ ഒരു നഗരസഭയിൽ 3 പഞ്ചായത്തുകളിലുമായിട്ടുള്ളത്. ഇപ്പം 2 പഞ്ചായത്ത് UDF-നൊപ്പം ഉണ്ടെന്ന് പറയുന്നു. അതിൽ പിരായിരി പഞ്ചായത്താണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം എല്ലാ കാലവും UDF-ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് ഈ ശ്രീധരനുമായി കഴിഞ്ഞ 2021 തുടക്കത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെ രക്ഷപ്പെടുത്തിയ പഞ്ചായത്ത് എന്ന് പറയുന്നത് പിരായിരി പഞ്ചായത്താണ്. അവിടെ വരുമ്പോഴാണ് ലീഡ് ചെയ്തത്. അതിനു മുമ്പെല്ലാം BJP ലീഡ് ചെയ്യുമായിരുന്നു.
അപ്പം കണ്ണാടി മാത്തൂർ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്തൂർ പഞ്ചായത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. അവിടെ ആർക്ക് ലീഡ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ അവരെ പ്രതീക്ഷ വെക്കുന്നത് BJPയും UDFും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നത് പാലക്കാട് നഗരസഭ തന്നെയാണ്. അപ്പം ഇത്തവണ BJP അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസിനെ നേരിടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കടന്നപ്പോഴും LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവരുടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അത്തരം ആലോചനകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് CPM പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം CPMൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവിടെ BJP ജയിക്കാതിരിക്കാൻ എന്താണോ സ്വീകരിക്കേണ്ടതായിരിക്കും അത് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. അപ്പം രണ്ടുപേർ ഇപ്പോൾ UDFിൻ്റെ ആണെങ്കിലും LDFിൻ്റെയും BJPയുടെയും 3 പേരും അതിശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ BJPക്ക് ഒരു പക്ഷേ അവിടെ ഒരു സാധ്യത തെളിയുന്നുണ്ട്. BJP പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 15 തെരഞ്ഞെടുപ്പുകളാണ് ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അത് 8 തവണയും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന് ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ BJPയുടെ വളർച്ച എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ BJP 3-ാം സ്ഥാനം കൃഷ്ണകുമാർ പ്രതീക്ഷിച്ച അത്ര വോട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിന് 28.63% വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അന്ന് അവരുടെ ഇടയിൽ കൃഷ്ണകുമാർ അവിടെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് അത്രയും വോട്ട് കുറയാനുള്ള ഒരു കാരണം. അപ്പോൾ ആ ഒരു സാഹചര്യമായിരിക്കില്ല അവിടെ ഉണ്ടാവുക. ഏറെക്കുറെ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ശക്തമായ രീതിയിലൊരു മത്സരം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള അവരുടെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് UDFിന് കനത്ത വെല്ലുവിളിയായിരിക്കും. പിഷാരടിയെ പോലെ ഒരാൾക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ ജാഗ്രതയോ ഇല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വെല്ലുവിളിയാണ്. BJPക്കെതിരെ അവസരമായി മാറാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതാണ് നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസാദ്, ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ഞാൻ ആലോചിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രരായി നിൽക്കാനുള്ള ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നാവില്ല. ഒരു ചെറിയ ശതമാനമെങ്കിലും അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് UDF വോട്ടിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരം ഒരു സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടോ ഇപ്പോൾ? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. രാഹുൽ ഒരിക്കലും ഒരു UDFിനെ മറികടന്നുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുമെന്ന് നമുക്ക് ഒരു വിദൂര സാധ്യത പോലും ഞാൻ കാണുന്നില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ ഷംലി പറഞ്ഞ പോലെ തന്നെ അത് കോൺഗ്രസിനെ തന്നെയായിരിക്കും ക്ഷീണിപ്പിക്കുക. അപ്പോൾ അത്തരമൊരു നിലപാടിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന പോലെയല്ല ഇപ്പോഴത്തെ സാഹചര്യം. അദ്ദേഹം നേരിട്ടിട്ടുള്ള ഈ ലൈംഗിക പീഡന കേസുകളിൽ അദ്ദേഹം ആരോപിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതെല്ലാം വലിയ ചർച്ചയായി മാറും. അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് വേണം കോൺഗ്രസ്സുകാർക്ക് വോട്ട് തേടി പോകാൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളുണ്ടാകും, അതിന് മറുപടി പറയേണ്ടി വരും. അപ്പം അതിനിടയിൽ ഏറ്റവും നല്ല മറ്റ് ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയരല്ലാത്ത തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയാലാണ് ഇതിലൊരു നല്ലൊരു ഫൈറ്റ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. BJPയുടെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ 3 ടേമായി തുടർച്ചയായിട്ട് BJP നഗരസഭ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് അവരുടെ മറ്റ് പഞ്ചായത്തിൽ, സമീപ പഞ്ചായത്തിൽ കൂടി അവരുടെ വോട്ടിൻ്റെ ഷെയർ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തണം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊന്നും വരാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ശരി, ശ്രീ പി പ്രശാന്ത്, അതായത് ഇപ്പോഴത്തെ മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം, പ്രാദേശിക സാഹചര്യം പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞു കഴിഞ്ഞു. കൈവിട്ട്, അതായത് നിലവിൽ കഴിഞ്ഞ തവണ സരിൻ മത്സരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ കൈവിട്ടെത്തിയ സരിനെ പാലക്കാട് നിയോഗിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? നിലവിലുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് UDFിന് പ്രതികൂലമായ ഒരു കാലാവസ്ഥ എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം അവർക്ക് മറുപടി പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട പല കാര്യങ്ങൾ ഇതിനോടകം തന്നെ ആ മണ്ഡലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സരിനെ ഈ ഘട്ടത്തിലേക്ക്, ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ടോ? CPMൽ അത്തരമൊരു ആലോചനകൾ എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്തൊക്കെ വളരെ നല്ലധികം വോട്ട് സരിൻ നേടിയിരുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഒറ്റപ്പാലം മണ്ഡലമൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ സരിൻ അവിടെ ഒരു ബേസ് ഉണ്ട്, അണികൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ട് കുറഞ്ഞ പക്ഷമെങ്കിലും. അങ്ങനെയെങ്കിലും വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമോ? ഒപ്പം നേരത്തെ തന്നെ പ്രസാദ് ചൂണ്ടിക്കാട്ടിയ പോലെ BJPയും കണക്കൂട്ടി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ നിയോഗിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ശക്തമായ ത്രികോണ പോരാട്ടമുള്ള വളരെ വലിയൊരു ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാകും പാലക്കാട് എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും സരിൻ എന്നുള്ളത് ഒരു മികച്ച സ്ഥാനാർത്ഥിയാവും എന്നതിൽ സംശയമില്ല. പക്ഷേ ഇത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ള ഒരു തീരുമാനമാണ് CPMനുള്ളത്. ഇതുവരെയായിട്ടും പൊതുസമ്മതനായ സ്വതന്ത്ര ഒരാളിനെ
തേടിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പോലെ ഉള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി BJPക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഒരു സ്ഥാനാർത്ഥി അവിടെ CPM വേണം എന്നുള്ളത് പാർട്ടിക്ക് നിർബന്ധമാണ്. അപ്പോൾ പിന്നെയുള്ളത് UDF സ്ഥാനാർത്ഥി എന്നുള്ളത് രമേഷ് പിഷാരടി എന്നുള്ള UDF സ്ഥാനാർത്ഥി വളരെ ദുർബലനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് വിലയിരുത്തുന്നുണ്ട്, പാർട്ടിക്കുള്ളിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഒരു വോയിസ് തന്നെയാണ് അന്തിമമായിട്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൽ തീരുമാനമാവുക. രമേഷ് പിഷാരടി എന്നുള്ള സ്ഥാനാർത്ഥിത്വം മാറാനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഷാഫി തന്നെ വന്നാലേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാലക്കാട് കൈവിട്ടു പോകാതെ നിൽക്കൂ എന്നുള്ളൊരു ചില ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും പാലക്കാട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ ഷാഫിയുടെ നോമിനിയായി നിലവിൽ രമേഷ് പിഷാരടി എത്തുകയാണെങ്കിൽ തന്നെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ അത്രയധികം സ്വീകാര്യമായിട്ടില്ല ആ നിലപാട്. വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ പറയുന്നത് പോലെ കണ്ണൻ ഗോപിനാഥിനെയും കെ മുരളീധരനെയും ഒക്കെയാണ് ആ മണ്ഡലത്തിലേക്ക് ആദ്യം പാർട്ടിക്കാർക്കിടയിൽ, അതായത് അവിടുത്തെ DC തീരുമാനിച്ചിരിക്കുകയോ നിർദ്ദേശിക്കുകയോ ഒക്കെ ചെയ്തത്. അവിടെ ഷാഫിയാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മുൻപ് രാഹുലിനായി നിലകൊണ്ട പോലെ ഇപ്പോൾ രമേഷ് പിഷാരടിയെ കൊണ്ടുവന്ന് പാലക്കാട് ഒരു വലിയ അത് നിലനിർത്താനുള്ള ഒരു വലിയ ശ്രമമാണ് നിലവിൽ ഷാഫിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോഴും അതത്ര എളുപ്പമായി കാണാൻ പറ്റുമോ? കാരണം അവിടുത്തെ ഒരു സംഘടനാ സംവിധാനം വെച്ച് ആരെയൊക്കെ ഒന്ന് സമ്മതിപ്പിച്ചാലാണ് ഈ കാര്യത്തിൽ ഒന്ന് നടത്തിയെടുക്കാൻ ഷാഫിക്കാവുക. പ്രശാന്ത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും അവിടെ ഷാഫി പറമ്പിൽ എന്നുള്ളത് ഒരു വലിയ ശബ്ദം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലം സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ആളുടെ പിന്തുടർച്ചക്കാരനായി എത്തിയ രാഹുൽ മാങ്കൂട്ടവും ഏകദേശം നല്ല ഒരു വേരോട്ടം കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ അവൻ്റെ ഭാരവാഹികളുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശ്രീകണ്ഠൻ ഇടയ്ക്ക് പോയി സംസാരിച്ചതും ഇത്തരം ചില ചർച്ചകളുടെ കൂടി ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു ശബ്ദം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പാലക്കാട് മണ്ഡലത്തിൽ നിർണായകമാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, പാലക്കാട് നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഷൊർണൂറിലേക്കാണ്. ഷൊർണൂർ പട്ടാമ്പിയെ വിഭജിച്ച് രൂപീകരിച്ച ഒരു മണ്ഡലമാണ് ഷൊർണൂർ. 2011 ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ വിജയം CPM-നൊപ്പമാണ്. P. മമ്മിക്കുട്ടിയാണ് നിലവിലെ MLA. ഷൊർണൂർ മുൻ MLA PK ശശി പാർട്ടിയുമായി മുഖാമുഖം നിൽക്കുന്നത് ഉൾപ്പെടെ വെല്ലുവിളികൾ CPM-ന് മുന്നിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള വ്യത്യാസം 1000-ൽ താഴെ വോട്ടുകൾ മാത്രമായിരുന്നു. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായിരുന്ന സന്ദീപ് വാര്യർ പിന്നീട് കോൺഗ്രസിലേക്ക് ചുവടുമാറിയിട്ടുണ്ട്. എങ്കിലും ഈ 1000-ൽ താഴെ മാത്രം വോട്ട് വ്യത്യാസം എന്നുള്ളത് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഷൊർണൂർ അസംബ്ലി മണ്ഡലം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ P. മമ്മിക്കുട്ടി CPM-ന് വേണ്ടി അവിടെ മത്സരിച്ചു, LDF-ന് വേണ്ടി മത്സരിച്ചു. CPM-ൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. 74,400 വോട്ടുകളാണ് P. മമ്മിക്കുട്ടി അവിടെ സമാഹരിച്ചത്, 48.98%. മറ്റൊന്ന് ഫിറോസ് ബാബു ആയിരുന്നു UDF-നായി മത്സരിച്ചിരുന്നത്. 37,726 വോട്ടുകൾ നേടി, 24.83%. മൂന്നാം സ്ഥാനത്ത് സന്ദീപ് വാര്യറും ഒപ്പത്തിനൊപ്പം തന്നെ നിന്നു. 36,973 വോട്ടുകൾ, 24.34%. ഭൂരിപക്ഷം P. മമ്മിക്കുട്ടിക്ക് വളരെ ഉയർന്ന ഭൂരിപക്ഷം തന്നെയായിരുന്നു. 36,874 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് P. മമ്മിക്കുട്ടി ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത്. അപ്പോഴും ഫിറോസ് ബാബുവും സന്ദീപ് വാര്യറും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്നുള്ളത് 1000-ൽ താഴെ മാത്രം വോട്ട് വ്യത്യാസമാണുള്ളത്. ഇനി മറ്റൊരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഷൊർണൂരിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഷൊർണൂർ വരുന്നത്. അവിടെ A. വിജയരാഘവൻ LDF-നായി മത്സരിച്ച A. വിജയരാഘവൻ 56,817 വോട്ടുകൾ നേടി. VK ശ്രീകണ്ഠൻ 52,366 വോട്ടുകൾ നേടി. C. കൃഷ്ണകുമാർ 36,409 വോട്ടുകൾ നേടി. ഇതാണ് അവിടുത്തെ ഒരു ചിത്രം. മറ്റൊന്ന്, ഇനി നമ്മൾ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഇപ്പോൾ LDF-നൊപ്പമാണ്. ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയും LDF-നൊപ്പമാണ്. മറ്റൊന്ന്, പഞ്ചായത്തുകൾ 4 പഞ്ചായത്തുകൾ LDF-നൊപ്പം നിൽക്കുമ്പോൾ 2 പഞ്ചായത്തുകൾ UDF-നൊപ്പം നിൽക്കുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണിത്. അതിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അനങ്ങനടി LDF-നൊപ്പം, തൃക്കടീരി LDF-നൊപ്പം,
ചളവറ UDF-നൊപ്പം നിൽക്കുമ്പോൾ വാണിയംകുളം LDF-നൊപ്പം നിൽക്കുന്നു, നെല്ലായ UDF-നൊപ്പം നിൽക്കുന്നു, വെള്ളിനേഴി LDF-നൊപ്പം നിൽക്കുന്നു. ശരി, അപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ് ആദ്യമായി പോകുന്നത്. പ്രസാദ്, ഈ രൂപീകരിച്ച കാലം മുതൽ തന്നെ CPM-നൊപ്പം സഞ്ചരിച്ച ഒരു മണ്ഡലമാണ് ഷൊർണൂർ. അതിൽ തർക്കമൊന്നുമില്ല, കണക്കുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന് ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴും ഷൊർണൂരിൽ. അവിടെ നേട്ടമുണ്ടാക്കുന്നത് BJP തന്നെയാണ്. എടുത്തു പറയേണ്ടത് ഷൊർണൂർ നഗരസഭ തന്നെയാണ്. അവർക്ക് അവിടെ വോട്ട് വർധനയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം കോൺഗ്രസ് ദുർബലപ്പെടുന്നതും ഈ കണക്കുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 2-3 സ്ഥാനങ്ങളിലെ വോട്ട് വ്യത്യാസം 1000-ൽ താഴെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ആര് 2ാം സ്ഥാനത്ത് എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഈ മണ്ഡലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം? ഷംലി, ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നിലവിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് 23,000-ലധികം വോട്ടിൻ്റെ ലീഡുണ്ട്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്ന കണക്ക് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചളവറ UDF-ൻ്റെതാണെങ്കിലും LDF-മായി ഒപ്പത്തിനൊപ്പമാണ്. നറുക്കെടുപ്പിലൂടെയാണ് അവർക്ക് ഭരണസമിതി കിട്ടുന്നത്. പിന്നെ BJP-യുടെ വളർച്ച നഗരസഭയ്ക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വാണിയംകുളം പഞ്ചായത്തിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു. പിന്നെ വെള്ളിനേഴി പോലെയുള്ള, വാണിയംകുളം പോലെയുള്ള എവിടെയൊക്കെ CPM ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഷൊർണൂർ നഗരസഭയിൽ. പക്ഷേ ഷൊർണൂർ നഗരസഭയിൽ BJP 2ാം സ്ഥാനത്താണ്, നല്ല ശക്തമായ രീതിയിൽ തന്നെ നിൽക്കുന്നു. നേരത്തെ ഷംലി പറഞ്ഞതുപോലെ 2ാം സ്ഥാനത്തേക്ക് വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ BJP ആണോ വരിക എങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ പിന്നീട് 2ാം സ്ഥാനത്തേക്ക് BJPക്ക് വരാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ഷൊർണൂർ എന്നുള്ളത് എടുത്തു പറയണം. അവിടെ കുറേ ജനകീയ പ്രശ്നങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രധാനമായിട്ടും ഒരുപക്ഷെ മറ്റ് മണ്ഡലങ്ങളിലൊന്നും ഇത്രത്തോളം ജനകീയ വിഷയങ്ങൾ ചർച്ചയിലേക്ക് വന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ ഇപ്പോൾ 2-3 റോഡുകളുടെ പേര് ഞാൻ പറയാം. ചെർപ്പളശ്ശേരി ഷൊർണൂർ റോഡ്, അത് ആ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അത് ഇതുവരെയുമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. PK ശശി അവിടെ MLA ആയിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു റോഡാണ്. ഇപ്പോൾ 5 വർഷമായിട്ടും അതിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പിന്നെ കോതക്കുറിശി വാണിയംകുളം റോഡ് എന്ന് പറയുന്നതും ആ പ്രദേശത്തിൻ്റെ, ആ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ ഇത് രണ്ടും അവിടെ ഇപ്പോഴൊരു ജനകീയ പ്രശ്നമായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം അവിടെ CPM-ന് വെല്ലുവിളി നേരിടുമോ അല്ലെങ്കിൽ CPM പരാജയപ്പെടുമോ എന്നുള്ളതല്ല. പക്ഷേ അതൊക്കെ ആളുകളുടെ ഇടയിൽ ചർച്ചയിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ടത്. അവിടെ ഇപ്പം സന്ദീപ് വാര്യർ കഴിഞ്ഞ തവണ നിന്നപ്പം BJP സ്ഥാനാർത്ഥി എന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സമയത്ത് BJPക്ക് അകത്തുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഒരു വലിയതായിരുന്നു. അങ്ങനെയാണ് അത്രത്തോളം ഒരു നല്ല വോട്ട് പിടിക്കാൻ. 2ാം സ്ഥാനത്ത് കോൺഗ്രസും BJPയും തമ്മിൽ 1000 വോട്ട് താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്ര തന്നെ വോട്ട് പിടിക്കാൻ അന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം BJP പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് എത്ര കൂടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ PK ശശി അവിടെ MLA ആയിരുന്നാണ്. PK ശശി ഇപ്പം ഇവിടെ നിന്ന് CPM-ന്ന് മാറി UDF-ൻ്റെ ഒക്കെ ഭാഗമായിട്ടൊരു ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ പോലും അതിൻ്റെ ഒരു വല്ലാത്ത ഒരു പിന്തുണയൊന്നും ഒറ്റപ്പാലത്ത് നിന്ന് UDF-ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഷൊർണൂരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഷൊർണൂർ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു മണ്ഡലമാണ്. അതിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. ഇനിയിപ്പം നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലൊരു ഭരണവിരുദ്ധ തരംഗം അങ്ങനെ വലിയ തോതിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ. നമ്മളിപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പരാജയപ്പെടുന്നത് പോലെ അങ്ങനെയൊക്കെ അത്രയേറെ ഒരു വലിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഷൊർണൂരിനെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഭയക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവിടെ ആരായിരിക്കും? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പാലത്ത് ഹരിഗോവിന്ദനെ പരിഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാം. കഴിഞ്ഞ തവണ മത്സരിച്ച ഫിറോസ് ബാബു ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി വരാം. എന്തായാലും അതിൻ്റെ പരിഗണന പട്ടികയിലൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും LDF-ന് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ അവർക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഷൊർണൂർ. ശരി, ശ്രീ പ്രശാന്ത്, CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞു വെച്ചതുപോലെ ഭയങ്കരമായ മാർജിനിൽ ഒരു അട്ടിമറി ഭയമൊന്നും വേണ്ടാത്ത മണ്ഡലം എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മുൻ MLA ഇപ്പോൾ PK ശശി പാർട്ടിയുമായി അകന്നു കഴിയുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ സംഘടനാതല ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ CPIM പോക്കറ്റുകളിൽ നിന്ന് ഇത് വോട്ട് ചോർത്തുമോ, ശശി മുഖാന്തിരം വോട്ട് ചോരുന്ന ഒരു സാഹചര്യം ഷൊർണൂരിലുണ്ടാകുമോ? അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ശശിക്ക് ഷൊർണൂരിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ MLA ആയിരുന്ന MLA ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ
വേറെ കാര്യമായിട്ടുള്ള ഒരു അനുകൂല വൃന്ദം ഷൊർണൂരിൽ ഇല്ല. പിന്നീട് കുറച്ചും കൂടി ഈ ഒറ്റപ്പാലം മേഖലകളിൽ പിന്നെയും സ്വാധീനം ഉണ്ടായെങ്കിലും ഷൊർണൂർ പിന്നീട് പറയാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 23,149 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ LDFിന് പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ട് തിരിഞ്ഞു നോക്കാനില്ല. പറഞ്ഞ പോലെ ഈ മമ്മിക്കുട്ടി തന്നെ MLA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തുടരും. പിന്നെ സംഘടനാ ദൗർബല്യം വളരെയധികം കാര്യമായിട്ട് DCC കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് കൃത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ ഇല്ലാത്തതും. എനിക്കങ്ങനെയാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ നമ്മളിനി വീണ്ടും പോകുന്നത് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമായ മലമ്പുഴയിലേക്കാണ്. മുൻ മുഖ്യമന്ത്രിമാരായ EK നായനാരും VS അച്യുതാനന്ദനും ഇവിടെ നിന്ന് നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. എന്നാൽ UDF സ്വതന്ത്രനെ മത്സരിപ്പിച്ചാൽ പാർട്ടി വോട്ടുകൾ ചോരുമെന്ന ആശങ്ക കോൺഗ്രസിൽ ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ BJP ആയിരുന്നു 2ാം സ്ഥാനത്ത് എന്നും ഈ മണ്ഡലത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. മലമ്പുഴ അസംബ്ലി മണ്ഡലം നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ LDFനായി മത്സരിച്ചിരിക്കുന്ന CPM കാൻഡിഡേറ്റ് A പ്രഭാകരൻ വലിയ വോട്ട് 75,934 വോട്ട് നേടിയിരിക്കുന്നു. അവിടെ 46.41%. 2ാം സ്ഥാനത്ത് BJP ആണ് ഈ മണ്ഡലത്തിൽ. 2ാം സ്ഥാനത്ത് C കൃഷ്ണകുമാർ 50,200 വോട്ടുകൾ അവിടെ നേടിയിരിക്കുന്നു. 30.68%. മൂന്നാമത് ഇന്റർനാഷണൽ കോൺഗ്രസ് SK അനന്തകൃഷ്ണനാണ് മത്സരിച്ചിരിക്കുന്നത്. 35,444. കോൺഗ്രസ് UDF ഈ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. A പ്രഭാകരൻ്റെ ഭൂരിപക്ഷം 25,734 വോട്ടുകൾ. ഇനി നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മലമ്പുഴ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് മലമ്പുഴ വരുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ A വിജയരാഘവനാണ് മത്സരിച്ചിരിക്കുന്നത്. 55,815 വോട്ടുകൾ ഇവിടെ നിന്നും നേടിയിട്ടുണ്ട്. PK ശ്രീകണ്ഠൻ അധികം കുറവല്ല എങ്കിൽ പോലും 49,295 വോട്ടുകൾ അദ്ദേഹത്തിനും ലഭിച്ചിട്ടുണ്ട്. C കൃഷ്ണകുമാർ 48,467 വോട്ടുകൾ ഇവിടെ നിന്നും നേടിയിരിക്കുന്നു. അതാണ് മലമ്പുഴ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ UDFന് 1, LDFന് 6, NDAക്ക് 1. ഇതാണ് നില. LDFന് 6, UDFന് 1, NDAക്ക് 1. പിന്നെ മറ്റൊന്ന് വരികയാണെങ്കിൽ പഞ്ചായത്തുകൾ, പ്രധാന പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അകത്തേത്തറ NDAക്കൊപ്പം, മരുത റോഡ് UDFനൊപ്പം, എലപ്പുള്ളി LDFനൊപ്പം, മുണ്ടൂർ LDFനൊപ്പം നിൽക്കുന്നു. പുതുപ്പരിയാരം, പുതുശ്ശേരി, മലമ്പുഴ, കൊടുമ്പ് ഇത്രയും പഞ്ചായത്തുകൾ LDFനൊപ്പം നിൽക്കുന്നു. അകത്തേത്തറ NDAക്കൊപ്പം നിൽക്കുന്നു. ഇനി ഈ മണ്ഡലത്തിൻ്റെ ഈ വർഷത്തെ ചിത്രം എന്താകും, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്താകും എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് തന്നെയാണ്. പ്രസാദ്, മലമ്പുഴ CPMൻ്റെ കുത്തകയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോഴും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ BJP നേട്ടമുണ്ടാക്കുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. മണ്ഡലത്തിൽ അവർ 2ാം സ്ഥാനത്താണ്. C കൃഷ്ണകുമാർ രാഷ്ട്രീയ സ്വീകാര്യതയ്ക്കൊക്കെ അപ്പുറം വലിയ വ്യക്തിപ്രഭാവം കൂടി കൈമുതലായുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്തേക്ക് ഉയരുക എന്നാവില്ലേ ജയസാധ്യതയ്ക്കപ്പുറം കോൺഗ്രസിന് അവിടെ പ്രാപ്യമായി ഉള്ളത്. അപ്പോഴും ഈ VSൻ്റെ PA A സുരേഷിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ലക്ഷ്യം പോലും അന്യമാകുന്ന ഒരു സ്ഥിതി കോൺഗ്രസിന് വന്നു ചേരില്ലേ? എന്താണ് പ്രസാദിന് തോന്നുന്നത്? ഷമലി, ഇതിലിപ്പോൾ പറയുന്ന പോലെ CPMൻ്റെ ഒരു കുത്തക മണ്ഡലം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി എലപ്പുള്ളി പഞ്ചായത്ത് വലിയ സമരങ്ങളെ കൊണ്ട് കേട്ടിരുന്നു. കാരണം എലപ്പുള്ളി പഞ്ചായത്തിലെ അവിടുത്തെ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതും വലിയ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് LDF വിജയിച്ചത്. കാരണം ഏതെങ്കിലും തരത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പഞ്ചായത്ത് നിലനിർത്താൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് അകത്തേത്തറ പഞ്ചായത്താണ് BJP വന്നിട്ടുള്ളത്. മറ്റേ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലമ്പുഴ പഞ്ചായത്തിലാണ്.
അവിടെയാണ് ഷംലി പറയുന്ന പോലെ BJP തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതിനർത്ഥം അവർ വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല. കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ ഇപ്പോൾ VSന്റെ PA ആയിട്ടുള്ള സുരേഷ് കുമാറിനെയാണ് അവിടെ മത്സരിപ്പിക്കുന്നതെങ്കിൽ വലിയ വോട്ട് ചോർച്ച കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പം നമ്മളവിടെ എനിക്കവിടെ വ്യക്തിപരമായി അറിയാവുന്ന പല ആളുകളും അല്ലെങ്കിൽ പല പാർട്ടിയിൽപ്പെട്ട ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പം ഇതിനകത്ത് അവരെല്ലാം പറയുന്നത് ആ പ്രദേശത്ത് തന്നെയുള്ള ഒപ്പം ജനകീയ സ്വാധീനമൊക്കെയുള്ള ഒരാളെ നിർത്താൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം സുരേഷ് മോശമായതുകൊണ്ടല്ല, പക്ഷേ അദ്ദേഹം ഈ CPMമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോട്ടുകളാണല്ലോ ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വോട്ട് അവിടെ നിന്നും പിടിച്ചെടുക്കാൻ മാത്രം പ്രാപ്തമായ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് 21,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം അവിടെ നിലവിലുണ്ട്. നേരത്തെ തന്നെ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ A. പ്രഭാകരൻ വിജയിച്ചിട്ടുള്ളത്. A. പ്രഭാകരൻ ആ മണ്ഡലത്തിലെ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്, അവിടുത്തെ ജനകീയനാണ്. അതുമാത്രമല്ല അദ്ദേഹം VSന് വേണ്ടി എന്ന് പറയുമ്പോൾ VS ആദ്യം വന്ന സമയത്ത് 2001 മത്സരിച്ച് പിന്നീട് 2006 എല്ലാവരും ഓർക്കുന്നുണ്ടാവും VSന് സീറ്റ് നിഷേധിക്കപ്പെടുകയും പിന്നീട് വലിയ സമരങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ പട്ടികയിൽ വന്നത് A. പ്രഭാകരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമരൊക്കെ എഴുതിയതിന് ശേഷമാണ് പിന്നീട് VSന്റെ പേര് വരികയും അത് സന്തോഷപൂർവ്വം തന്നെ, കാരണം സന്തോഷപൂർവ്വം എന്ന് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കാണ്, കാരണം അദ്ദേഹം VSനോടൊപ്പം നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ്. അപ്പോൾ സന്തോഷപൂർവ്വം തന്നെ മാറിക്കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്രയും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല സുരേഷിനെ VSന്റെ ഒപ്പൊക്കെ നിർത്താൻ വേണ്ടി PA ആകാൻ വേണ്ടി പാർട്ടി തലത്തിലൊക്കെ ഇടപെട്ട ഒരാൾ കൂടിയാണ്. അപ്പം അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് A. പ്രഭാകരന് തന്നെയാണ് നേട്ടമുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിന് അവിടെ നേരത്തെ ഷംലി പറയുന്നത് പോലെ പഴയ 2ാം സ്ഥാനത്തേക്കെങ്കിലും തിരിച്ചു വരണമെങ്കിൽ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തിയേ മതിയാകൂ എന്നുള്ളതാണ്. കൃഷ്ണകുമാർ കഴിഞ്ഞ 2 തവണയായി അദ്ദേഹം അവിടെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അവിടുത്തെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും അദ്ദേഹം ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നിന്ന സമയത്തും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 2016 എല്ലാം 2ാം സ്ഥാനത്ത് വന്നതാണ്. അപ്പം BJP അത്രയേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് BJP കോൺഗ്രസിന് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21% ഉള്ളൂ. SK അനന്തകൃഷ്ണൻ INTCയുടെ അവിടുത്തെ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് പോലും അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. ഇനിയിപ്പം ഇത്തരത്തിൽ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അത് ചെയ്യിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ അവരുടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പരമാവധി ശേഖരിക്കുക, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടെങ്കിൽ അത്തരം വോട്ടുകൾ കൂടി അത് BJPയിലേക്ക് പോകാതെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമായ രീതിയിലാണ് അവിടെ UDFൻ്റെ ഒരു സ്ട്രാറ്റജി എങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് ഗുണം ചെയ്യുക CPMന് തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ BJPയും ഈ ഒരു അവസരം നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്ക് കിട്ടാവുന്ന വോട്ട് കൂടി കുറച്ചുകൂടി എളുപ്പത്തിലാകുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല. ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് UDF ആണ് അവിടെ തീരുമാനിക്കേണ്ടത് അവിടുത്തെ മത്സരം എങ്ങനെയാകേണ്ടി വരും എന്നുള്ളത്. ശരി, ശ്രീ പ്രശാന്ത്, അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത്? A. പ്രഭാകരൻ തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണല്ലോ ഇപ്പോൾ നിലവിൽ മലമ്പുഴയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. സുരേഷ് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് പാർട്ടിക്ക് അതിനപ്പുറത്തേക്ക് ഈ മാധ്യമങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇമേജിനപ്പുറത്തേക്ക് സുരേഷിനെ ഏതെങ്കിലും തരത്തിൽ മലമ്പുഴയുടെ മുക്കമൂലയും അദ്ദേഹത്തിന് അറിയാം. സ്വാഭാവികമായും VSനൊപ്പം അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു വേരോട്ടം അവിടെ ഉണ്ടോ? ഏതെങ്കിലും തരത്തിൽ CPMന് അതൊരു വെല്ലുവിളിയാകുന്ന തരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം സുരേഷിന് അങ്ങനെ ജനസ്വാധീനമുള്ള ഒരാളായിട്ട് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയോ അവിടെയുള്ള മറ്റുള്ളവരോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്വാധീനം നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് സംഘടനാ ദൗർബല്യം അനുഭവിക്കുന്ന കോൺഗ്രസ്സിന് കിട്ടിയ ഒരു പിടിവള്ളി എന്നല്ലാതെ കൂടുതലായിട്ട് ഒരു മെച്ചമുണ്ടാക്കാൻ, സംഘടനാപരമായിട്ട് മെച്ചമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ കൃഷ്ണകുമാർ എന്നുള്ള ഒരു സ്ഥാനാർത്ഥി BJPക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കൃഷ്ണകുമാർ എന്നുള്ള സാന്നിധ്യം പാലക്കാട് ജില്ലയിൽ പലപ്പോഴും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണെങ്കിലും മലമ്പുഴയിൽ ശക്തമായ സ്വാധീനം C. കൃഷ്ണകുമാറിനുണ്ട്. അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു തരത്തിലേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ മാത്രമേ ഈ സുരേഷിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് മുന്നോട്ട് വെച്ചാൽ ഉപകരിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഭാകരൻ്റെ യാതൊരു സംശയവുമില്ല. നമുക്ക് കിട്ടിയ
ഈ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 21,652 വോട്ടുകളുടെ ഒരു ലീഡ് ആണ് പ്രഭാകരന് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രഭാകരന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതി തന്നെയാണ്. അല്ലാതെ UDF ഒരു തരത്തിലും ഗുണകരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വം സുരേഷിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശരി, വ്യക്തമാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് മണ്ണാർക്കാടേക്കാണ്. ഏതെങ്കിലും ഒരു മുന്നണിയുടെ കുത്തക മണ്ഡലമെന്ന് വിശേഷിപ്പിക്കാനാവില്ല മണ്ണാർക്കാടിനെ. 9 തവണ ഇടതുപക്ഷവും 7 പ്രാവശ്യം UDF നിരയിലെ സ്ഥാനാർത്ഥികളും ഇവിടെ വിജയം നേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗും CPIയും തമ്മിലാണ് മണ്ഡലത്തിലെ മത്സരം. ലീഗും CPIയും തമ്മിലാണ് മണ്ഡലത്തിലെ മത്സരം. ലീഗിലെ N ഷംസുദ്ദീനാണ് കഴിഞ്ഞ 3 തവണയും വിജയിച്ചത്. CPIയും CPIഎമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത് LDFന് ഒരു ആശങ്കയാണ്. ഒപ്പം മുൻ MLA PK ശശിക്ക് സ്വാധീനമുള്ള മേഖലകളും മണ്ഡലത്തിലുണ്ട്. ഇനി മണ്ഡല ചിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി N ഷംസുദ്ദീനാണ് മത്സരിച്ചിരിക്കുന്നത്. 71,657 വോട്ടുകൾ അവിടെ അദ്ദേഹം നേടിയിട്ടുണ്ട്. മറ്റൊന്ന് CPI സ്ഥാനാർത്ഥി KP സുരേഷ് രാജാണ് അന്ന് മത്സരിച്ചിരുന്നത്. 65,787 വോട്ടുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. മറ്റൊന്ന് ADMK P നസീമിയാണ് മത്സരിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം 5,870 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് N ഷംസുദ്ദീൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും ജയിച്ചു കയറിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും VK ശ്രീകണ്ഠൻ നേടിയിരിക്കുന്നത് 78,478 വോട്ടുകൾ നേടിയിരിക്കുന്നു. A വിജയരാഘവൻ 46,374 വോട്ടുകൾ, C കൃഷ്ണകുമാർ 22,715 വോട്ടുകൾ. ഇനി നമ്മൾ തദ്ദേശ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി UDFനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊന്ന് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. മണ്ണാർക്കാട്ടെ മറ്റു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചായത്തുകൾ UDFനൊപ്പം 4 പഞ്ചായത്ത്, LDFനൊപ്പം 2 പഞ്ചായത്ത്, NDAക്കൊപ്പം 1 പഞ്ചായത്ത്. പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി, അലനല്ലൂർ UDFനൊപ്പം നിൽക്കുമ്പോൾ കോട്ടോപ്പാടം, കുമരംപുത്തൂർ LDFനൊപ്പം, തെക്കങ്കരയും LDFനൊപ്പം നിൽക്കുന്നു. പുത്തൂർ NDAക്കൊപ്പം, ഷോളയാർ UDFനൊപ്പം നിൽക്കുന്നു. ഇതൊക്കെയാണ് മണ്ണാർക്കാട്ടെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മണ്ഡലത്തിൻ്റെ വിശകലനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പ്രസാദ്, മണ്ണാർക്കാട് UDFനെ സംബന്ധിച്ച് സത്യത്തിലൊരു കംഫർട്ട് സീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ തോന്നുന്നു. കാരണം മണ്ഡല ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭരണവും ഭരണ തുടർച്ചയും ഉണ്ടായിട്ട് പോലും CPI സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോർന്ന ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സ്ഥിതിയിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ മറിച്ചൊരു സാഹചര്യം അവിടെ നിലവിലില്ല. നിലവിലെ സാഹചര്യത്തിൽ UDFനൊപ്പം നിൽക്കുന്നതായിട്ടല്ലേ മണ്ണാർക്കാട് ഈ മണ്ഡലം UDFനൊപ്പം സഞ്ചരിക്കും, UDFനൊപ്പം നിൽക്കും, അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? നിലവിൽ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പം അത് UDFന് പാലക്കാട് ജില്ലയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് മണ്ണാർക്കാട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവരെ ചില പ്രശ്നങ്ങൾ ഇപ്പം മുസ്ലിം ലീഗിനകത്ത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഷംസുദ്ദീൻ 4ാമത്തെ തവണയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ 4ാമത്തെ തവണയായിരിക്കും അദ്ദേഹം മത്സരിക്കുക. അദ്ദേഹം തന്നെയാണ് മണ്ണാർക്കാട് മത്സരിക്കുക എന്നുള്ളതാണ് ഇതുവരെ വരുന്ന വിവരങ്ങൾ. അപ്പം ഈ മണ്ണാർക്കാട് ഷംസുദ്ദീൻ വരുന്നതിനൊരു ചരിത്രമുണ്ട്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നേരത്തെ അവിടെ മണ്ണാർക്കാട് തന്നെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. കളത്തിൽ അബ്ദുള്ള, കല്ലടി മുഹമ്മദ്, അങ്ങനെയുള്ള അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ വേണ്ടിയാണ് മലപ്പുറത്ത് നിന്ന് തിരൂരിൽ നിന്നും അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെ അവിടെ മത്സരിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം തുടർച്ചയായി 3 തവണ ഇപ്പോൾ അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു, അവിടെ മണ്ഡലത്തെ ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 4ാം തവണയിലേക്ക് വരികയാണ്. അപ്പം ഇത്തവണ വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തെ മാറ്റി അവിടെയുള്ള കഴിഞ്ഞ മുൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പേര് പ്രാദേശികമായി ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തെ മത്സരിപ്പിക്കണം, ഫൈദ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം പ്രാദേശികമായി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം മുസ്ലിം ലീഗിനകത്ത് ഒരു ചെറിയ പ്രശ്നം ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ PK ശശിയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന് ഏതെങ്കിലും തരത്തിലൊരു ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു മണ്ഡലം ഒരുപക്ഷേ അത് മണ്ണാർക്കാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് വേണം മണ്ണാർക്കാടിനെ കാണാൻ. അതാണ് മുസ്ലിം ലീഗിന് ഇത്രയും ഒരു PK
കെ ശശി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാനോ അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഗുണം മണ്ണാർക്കാട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ മണ്ണാർക്കാടിൻ്റെ പഞ്ചായത്തിൻ്റെ അവസ്ഥ നേരത്തെ ഷാമിലി വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. അതിൽ UDF തന്നെയാണ് അട്ടപ്പാടിയിൽ കഴിഞ്ഞ തവണ അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം LDF ഒപ്പമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ തിരിച്ചു വരുമ്പോൾ അത് ഇത്തവണ ഒന്ന് NDAയ്ക്കും പുതൂർ പഞ്ചായത്ത് LDF നിന്നും BJP പിടിച്ചെടുത്തു. മറ്റ് 2 പഞ്ചായത്തുകൾ അഗളി, ഷോളൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. അവർക്കാണ് അവിടെ മേൽക്കൈ ഉണ്ടായിട്ടുള്ളത്. താഴെയും അതുപോലെ തന്നെയാണ്. UDF സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PK ശശിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ മണ്ണാർക്കാട് നഗരസഭയിൽ 10 വാർഡുകളിൽ മത്സരിച്ചിരുന്നു. ഈ 10 വാർഡുകളിൽ മത്സരിച്ചപ്പം നേരത്തെ എന്തെങ്കിലും തരത്തിലൊരു ഗുണമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ വലിയൊരു ഗുണമല്ല, പക്ഷേ കുറച്ച് വോട്ട് അവർക്ക് ഉണ്ടാവുന്നതാണ്. ഈ 10 വാർഡുകളിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ ആകെ വോട്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 614 വോട്ട് മാത്രമാണ്. അതായത് CPM നിന്നുമൊക്കെ വിട്ടുനിന്ന അല്ലെങ്കിൽ അതിനോട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ മത്സരിച്ചതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് 228 വോട്ടാണ്. ബാക്കിയുള്ള വോട്ടൊക്കെ 10-ൽ താഴെ 48 അങ്ങനെയുള്ള വോട്ടാണ്. അപ്പം മറ്റ് വാർഡുകൾ കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു 10,000-2000 വോട്ടിനെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ PK ശശി മുഖാന്തരം UDF കിട്ടുമായിരിക്കും. പിന്നെ മണ്ഡലത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ റോഡാണ്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് അത് നല്ല രീതിയിലാക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അത് UDF ഗുണകരമായി മാറും. അവിടെ പ്രാദേശികമായിട്ട് അവർ പറയുന്നത് MLAയുടെ വീഴ്ചയാണ് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഈ സംസ്ഥാന സർക്കാർ അത് ചെയ്യേണ്ടതായിരുന്നു. അത് 10 വർഷമായിട്ട് അട്ടപ്പാടിയിൽ റോഡ് ആ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അറിയാം. കാരണം അത്രയേറെ യാത്രാ ദുരിതമുള്ള ഒരു റോഡായി അത് മാറിയിട്ടുണ്ട്. അത് പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളൊക്കെയാണുള്ളത്. CPI ആണ് അവിടെ മത്സരിക്കുന്നത്. CPIക്കകത്ത് ഇപ്പോൾ ഉണ്ടായ വിവാദം ഇപ്പം പോലും നമ്മൾ അത് കൊടുത്തതാണ്. അവിടുത്തെ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൻസിൽ ബക്കർ എന്ന് പറയുന്ന ഒരാളുടെ പേര് കൂടി അവരുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവിടെ CPIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി, അട്ടപ്പാടിയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ VM ലത്തീഫ്, CPIയുടെ ജില്ലാ സെക്രട്ടറി സുമലത തുടങ്ങിയ ആളുകളുടെ പേരുകൾക്കൊപ്പമാണ് ഈ മൻസിൽ ബക്കറിൻ്റെ പേര്. ഈ മൻസിൽ ബക്കർ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ളതാണ് എതിർപക്ഷം ഉന്നയിക്കുന്ന ഒരു വിവാദം. അപ്പം CPIക്കകത്ത് വലിയ തോതിലുള്ള വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. CPIയുടെ ഒരു വിലയിരുത്തൽ ഒരു പൊതു സ്വതന്ത്രം നിർത്തിയാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവിടെ വിജയിച്ച് വരാൻ കഴിയും. വിജയിച്ച് വരേണ്ട അത് മാറി പറയുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തുടർച്ചയായിട്ട് 3 തവണയായിട്ട് മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് UDF അവിടെ ആ മണ്ഡലം സേഫ്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ അവിടെയുണ്ട്. മുസ്ലിം ലീഗിനകത്ത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം PK ശശിക്ക് കുറച്ച് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ UDF തന്നെയായിരിക്കും അത് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 5087 വോട്ടിന് വ്യത്യാസത്തിലാണ് ഷംസുദ്ദീൻ ജയിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് പ്രശാന്ത്, കാരണം ഈ CPI ശക്തി കേന്ദ്രങ്ങളിലൊക്കെയാണ് നിലവിൽ വോട്ട് കുറവ് അനുഭവപ്പെട്ടുള്ളത്. അട്ടപ്പാടി പോലുള്ള ഈ ഇടങ്ങൾ ഇതിന് ഉദാഹരണം തന്നെയാണ്. അത് പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായ വിഭാഗീയ പ്രശ്നങ്ങളുമുണ്ട്. ഇത് പരിഹരിച്ചാൽ ഇവിടെ ഒരു മുന്നേറ്റം LDF ഉണ്ടാക്കാൻ സാധിക്കുമോ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലും? അത് സംശയമാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം സ്വാഭാവികമായിട്ട് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള വിവാദം ഓൾറെഡി ഇപ്പോൾ പടർന്ന് പിടിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ PK ശശിയും CPIയുമായി നല്ല ബന്ധമല്ല തുടർന്നിരുന്നത്. പലപ്പോഴും അത് ഇടതുപക്ഷത്തിന് ഉള്ള വോട്ട് കുറയാൻ അത് കാരണമായിട്ടുണ്ട്. കൂടാതെ PK ശശി ഫാക്ടർ നിലവിലുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കോട്ടപ്പാടം, മലനല്ലൂർ, മണ്ണാർക്കാട്, കരിമ്പ, കാരാകുറിശി തുടങ്ങിയ മേഖലകളിലൊക്കെ PK ശശിക്ക് സ്വാധീനമുള്ള മേഖല തന്നെയാണ്. അതും കൂടിയും ഈ ലീഗിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയാൽ പ്രത്യേകിച്ച് CPIക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. ശരി, നമുക്ക് നേരെ പട്ടാമ്പിയിലേക്ക് പോകാം. പട്ടാമ്പി പരിശോധിക്കുമ്പോൾ പട്ടാമ്പി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തക മണ്ഡലമൊന്നുമല്ല. പട്ടാമ്പി CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാട് മുതൽ കോൺഗ്രസ് നേതാക്കൾ വരെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട്. 2011 തൊട്ട് മണ്ഡലത്തിന് ചില മാറ്റങ്ങൾ വന്നുവെങ്കിലും ആ രാഷ്ട്രീയ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഉദ്ദേശിച്ചത് ഈ ചാഞ്ചാട്ടം തന്നെയാണ്. CPIയുടെ മുഹമ്മദ് മുഹസിനാണ് 2016 മുതൽ ഇവിടെ നിന്നുള്ള MLA. UDF തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്ത് കോൺഗ്രസിൽ നിന്ന് പട്ടാമ്പി ഏറ്റെടുക്കാനുള്ള സാധ്യത
ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് തേടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി കാണേണ്ടത്. ഇനി നമ്മൾ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുഹമ്മദ് മുഹസിൻ CPI കാൻഡിഡേറ്റ് ആയിരുന്നു. LDFന് വേണ്ടി അദ്ദേഹമാണ് മത്സരിച്ചിരിക്കുന്നത്. 75,311 വോട്ടുകൾ അദ്ദേഹം അവിടെ സമാഹരിച്ചിട്ടുണ്ട്. റിയാസ് മുക്കോളി UDF സ്ഥാനാർത്ഥി 57,337 വോട്ടുകൾ. KM ഹരിദാസ് BJPയുടെ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എങ്കിലും 14,578 വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട്. 17,974 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് മുഹസിൻ ജയിച്ചു കയറിയ മണ്ഡലമാണ് 2021 നിയമസഭാ അസംബ്ലി തിരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ പട്ടാമ്പിയിൽ പരിശോധിക്കുമ്പോൾ. ഇനി നമ്മൾ നേരെ ലോക്സഭാ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പട്ടാമ്പി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് പട്ടാമ്പി വരുന്നത്. VK ശ്രീകണ്ഠനാണ് മത്സരിച്ചിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ നമ്മൾ എല്ലാ ഘട്ടത്തിലും പരിശോധിക്കുമ്പോഴും അറിയാവുന്ന കാര്യമാണ്. 75,240 വോട്ടുകൾ അദ്ദേഹത്തിന്, വിജയരാഘവന് 48,104 വോട്ടുകൾ, C കൃഷ്ണകുമാറിന് 22,208 വോട്ടുകൾ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ UDFനൊപ്പമാണ് നിൽക്കുന്നത്. അതിൽ UDFന് 15, LDF 7, NDA 1, അതേഴ്സ് 6. 2020 LDFനൊപ്പമായിരുന്നു. ഇനി മറ്റൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാന പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ UDFനൊപ്പം 5 പഞ്ചായത്തുകളും LDFനൊപ്പം 2 പഞ്ചായത്തുകളും നിൽക്കുന്നു. ഇനി ഏതൊക്കെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ആർക്കൊക്കെ ഒപ്പം നിൽക്കുന്നു 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പരിശോധിക്കുമ്പോൾ LDFനൊപ്പം കൊപ്പം പഞ്ചായത്ത്, തിരുവേഗപ്പുറ, വല്ലപ്പുഴ, വിളയൂർ, മുതുതല, കുലിക്കല്ലൂർ എന്നിവ UDFനൊപ്പം നിൽക്കുമ്പോൾ കൊപ്പവും ഓങ്ങല്ലൂരും LDFനൊപ്പം നിൽക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളൊക്കെ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം ഇങ്ങനെയാണ്. വീണ്ടും പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്കാണ് വരുന്നത്. പ്രസാദ്, പാലക്കാട് ജില്ലയിൽ തന്നെ ശക്തമായ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്ന മണ്ഡലമാകും പട്ടാമ്പി. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, കാരണം പട്ടാമ്പി പിടിക്കാൻ പല കരുനീക്കങ്ങൾ UDFൽ നിലവിൽ നടക്കുന്നുണ്ട്. ലീഗാണ് അതിന് ചുക്കാൻ പിടിക്കാൻ പോകുന്നത്. കാരണം തദ്ദേശത്തിൽ അവർക്ക് കോൺഗ്രസിനേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. എങ്ങനെ കാണുന്നു? ഇവിടെ ഒരു ശക്തമായ ഫൈറ്റ് നടക്കും എന്ന് പ്രസാദിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം പട്ടാമ്പി മണ്ഡലം ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ 1 നഗരസഭയും 4 പഞ്ചായത്തുകളും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഘടകം. പിന്നെ അതൊരു UDF സ്വഭാവമുള്ള, സത്യത്തിൽ അവിടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 15 തെരഞ്ഞെടുപ്പുകളിൽ 5 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് മുഹസിന് മുമ്പ് CP മുഹമ്മദ് ആയിരുന്നു അവിടെ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ആൾ. പിന്നീട് CP മുഹമ്മദ് മുഹസിൻ കഴിഞ്ഞ 2 തവണയായി വരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു UDF സ്വഭാവമുള്ള പാലക്കാട് ജില്ലയിലെ ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് UDFന് ഏറ്റവും ജില്ലയിൽ തന്നെ വലിയ വിജയപ്രതീക്ഷ ആ മണ്ഡലത്തിലുണ്ട്. ഇത്തവണ അവിടെ ആര് മത്സരിക്കുന്നു എന്നുള്ളത് UDFനകത്ത് മുസ്ലിം ലീഗാണോ കോൺഗ്രസ് ആണോ എന്ന കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനമാകാനുള്ളത്. ആ സീറ്റ് ഒരുപക്ഷേ കോഴിക്കോട് തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട് വെച്ച് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസിന് അവിടെ പ്രാദേശികമായിട്ട് ആ സീറ്റ് വിട്ടുകൊടുക്കരുത് എന്നുള്ള വലിയ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ എതിർപ്പൊക്കെ മറികടന്ന് ആ ലീഗിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് മറികടക്കാൻ കൂടി UDFന് കഴിയണം എന്നുള്ളതാണ്. അവിടെ ഒരു UDFന് അഡ്വാൻറ്റേജ് ആയിട്ട് നേരത്തെ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ വിജയം മാത്രമല്ല, നേരത്തെ UDFിൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് V4 പട്ടാമ്പി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും അവർ പിന്നീട് നഗരസഭയൊക്കെ ഭരിക്കുകയും LDFിൻ്റെ പിന്നോട് നഗരസഭ ഭരിച്ചതാണ്. അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ അവിടെ ഉണ്ട് എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തിപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, സ്വാഭാവികമായും ലീഗിൻ്റെ ഒരു സ്വാധീനം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കഴിഞ്ഞാൽ പിന്നീട് ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് പട്ടാമ്പിയാണ്. അതുകൊണ്ടുകൂടിയാണ് അവർ പട്ടാമ്പി മണ്ഡലം ആവശ്യപ്പെടുന്നത്. അപ്പം UDFന് ഇതൊരു നല്ല പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇനി മുഹസിന് ഒരു അവസരം കൂടി, മൂന്നാമതൊരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നിപ്പോൾ അവരുടെ CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവും അവരുടെ ജില്ലാ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഹസിനെതിരെ വലിയ വിമർശനം അവിടെ നേരത്തെ തന്നെയുണ്ട്. മുഹസിനും CPIയുടെ അവിടുത്തെ ജില്ലാ നേതാക്കളും തമ്മിലാണ് അവിടെ വലിയ വടംവലി നടക്കുന്നത്. മുഹസിൻ CPI ആളുകളുമായി സഹകരിക്കുന്നില്ല, CPMൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നൊക്കെയാണ് അവരുടെ വിമർശനം. അപ്പോൾ ആ വിമർശനം ഇപ്പോഴും അവിടെ പടലപ്പിണക്കമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം മുഹസിനെ മാറ്റി ഒരു മറ്റൊരാളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ UDFന് വളരെ സ്വാധീനം അല്ലെങ്കിൽ ഒരു വിജയസാധ്യതയിലേക്ക് വരും. അതല്ല, മുഹസിൻ തന്നെയാണ് തുടരാൻ മിക്കവാറും സംസ്ഥാന നേതൃത്വം അത് മുഹസിന് ഒരു അവസരം കൂടി കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അവരെല്ലാം തന്നെ വ്യക്തമാക്കി ടേം എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പ്രസാദ് സൂചിപ്പിച്ചതുപോലുള്ള മുഹസിനോടുള്ള പാർട്ടിക്കുള്ളിൽ CPIയിലുള്ള ചില ചേർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അത്
ഈ ഘട്ടത്തിൽ ലീഗും കൂടി ആ മണ്ഡലം ഏറ്റെടുത്താൽ കൈപിടിക്കുമോ പട്ടാമ്പി എന്നുള്ളതാണ് ഇനി ചോദിക്കാനുള്ളത്. അത് പ്രശാന്തിനോടാണ്. ശ്രീ പ്രശാന്ത്, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത് ലീഗ് കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് നഗരസഭയും പിന്നെ തിരുവേഗപ്പുറ, കൊപ്പം, മുതുതല, വിളയൂർ, ഓങ്ങല്ലൂർ പോലുള്ള പഞ്ചായത്തുകളിലും ലീഗ് സ്വാധീന പഞ്ചായത്തുകൾ തന്നെയാണ്. അപ്പോൾ അവർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലം കൂടിയാണ് പട്ടാമ്പി. ഇതിന് പുറമെയാണ് ഇപ്പോൾ CPIയിൽ ഉടലെടുത്തിട്ടുള്ള ഇപ്പോൾ മുഹ്സിൻ വേണോ വേണ്ടയോ എന്നുള്ള കുറച്ച് കാലങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രശ്നം വീണ്ടും തലപൊക്കി തുടങ്ങിയത്. അതായത് ഇവിടെ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് രാജും മുഹ്സിനുമായിട്ടുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയും ഈ മുഹ്സിൻ്റെ CPMനോടുള്ള ഒരു വിധേയത്വവും ഒക്കെ നേരത്തെ തന്നെ ചർച്ചയും വിവാദമൊക്കെ ആയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മുഹ്സിനോടുള്ള മുഹ്സിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് എക്സിക്യൂട്ടീവ് സംസ്ഥാന നേതൃത്വത്തിന് കൊടുക്കാനും കാരണമായിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പ്രസാദ് ഉടുമ്പശ്ശേരി, ശ്രീ പ്രശാന്ത് നമ്മോടൊപ്പം ഈ 1 മണിക്കൂർ ചെലവഴിച്ചതിന്, മണ്ഡല ചിത്രമൊക്കെ ഇത്ര കൃത്യമായും പറഞ്ഞു തന്നതിന്. എന്തായാലും പാലക്കാട് ജില്ലയിലെ ശേഷിക്കുന്ന 6 മണ്ഡലങ്ങളുടെ വിശകലനവുമായി നാളെ കാണാം.